ചതിക്കപ്പെട്ടൊരു പ്രണയത്തിന്റെ സ്മാരകമായി ഇനി ഈ ഡയറി വേണ്ട. അവളെത്തിയിട്ടുണ്ട്. ആര്? വേറെ ആരാ, നമ്മുടെ കഥയിലെ വില്ലത്തി തന്നെ, ചിന്നു. മഹാറാണി എത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ഒന്നും മുഖം കാണിക്കാതിരിക്കാനാവില്ലല്ലോ. നമുക്കൊന്നിച്ചു പോയി മഹാറാണിയെ മുഖം കാണിക്കാം. നീ വാ. ദേവി, എന്തിനാ ഒരാളെ കൊണ്ട് എന്നെ ഇങ്ങനെ ചതിച്ച് വേദനിപ്പിച്ച്? ഞാൻ എന്ത് ദ്രോഹ ചെയ്ത്? എന്തിനായിരുന്നു എന്നോട് ഈ പരീക്ഷണങ്ങളൊക്കെ? ചിന്നു, ഹോസ്പിറ്റലിൽ വന്ന് നിന്നെ കാണണോന്ന് ആലോചിച്ചതാ. പിന്നെ കരുതി നീ എന്തായാലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കി നിന്നെ കണ്ടിട്ട് എന്തിനാ, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വരാതിരുന്നത്. എന്തായാലും നീ ജീവനോടെ തിരികെ എത്തിയല്ലോ. വീണ്ടും നിന്നെ കണ്ടതിൽ സന്തോഷം. ഇപ്പൊ നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നേരിട്ട് കാണാനായിട്ടാ ഞാൻ തന്നെ വന്നത്. ഇവിടെ വേലക്കാരികളെ അങ്ങനെ മുതലാളി നേരിട്ട് കാണുന്ന പതിവില്ല. അത് നിനക്കറിയാലോ. എന്നാൽ നിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. മുതലാളിയെ ഇത്രയും വെള്ളം കുടിപ്പിച്ച വേറൊരു വേലക്കാരി ഈ വീടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു റെസ്പെക്ട് ഞാൻ തന്നല്ലേ പറ്റൂ. അതാ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതിയത്. മുതലാളിയെക്കാളും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്ന വേലക്കാരിയല്ലേ